എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ഇന്നു മുതൽ 3 ദിവസം, വ്യാഴം, വെള്ളി, ശനി 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ദൈവമക്കൾ കടന്നു വന്നവർ അനുഭവിച്ചു. വരാൻ കഴിയാത്ത നിങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കുന്നു. പ്രാർത്ഥന അതിശക്തമായ ആയുധമാണ്. പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ല. പ്രാർത്ഥിക്കുക എന്നുള്ളത് എനിക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. അത് സർവശക്തനായ ദൈവമാണ്. ഞാൻ എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ് എന്ന് നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ കാണുന്നു. നമുക്ക് ഭയങ്കര ധൈര്യമാണ്. എന്തപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. ആ ഒരു പ്രാഗൽഭ്യം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം തന്നിരിക്കുന്ന പ്രാഗൽഭ്യമാണ്. ഞാൻ പുതിയ സൃഷ്ടിയാണ്. ദൈവം എന്നെ നന്മയ്ക്കായി പുതുതായി സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു ബോധ്യം പ്രാർത്ഥിക്കുന്നവരുടെ അന്തരംഗത്തിൽ കിടപ്പുണ്ട്. ഇതൊരു വലിയ ധൈര്യമാണ്. അതിനെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലല്ല ആ പ്രാഗൽഭ്യം, 10 മണിക്കൂർ പ്രാർത്ഥിച്ചാലുമല്ല. 1 മിനിറ്റ് പോലും പ്രാർത്ഥിച്ചാൽ, ഒറ്റ വാക്കേ പ്രാർത്ഥിച്ചുള്ളൂ, അതൊക്കെ നമ്മുടെ ധൈര്യമാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം അറിയാം, ഇതൊരു പ്രാഗൽഭ്യമാണ്. നമ്മെ നശിപ്പിക്കാനോ ആർക്കും കഴിയില്ല. അതായത് ഒരു ചെടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മോശമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ചെടി നശിക്കില്ല. ആ ചെടി വളരുകയുള്ളൂ. പുളിച്ച കഞ്ഞിവെള്ളവും ചീഞ്ഞ വെള്ളവും ഒക്കെയും ഒത്തിരി പേര് ഇതുപോലെ ഈ ചെടിക്ക് ഒഴിക്കും തോറും ഒത്തിരി പേര് നമുക്കും ഇതുപോലെ മോശമായ വാക്കുകളും മോശമായ പെരുമാറ്റവും ഒക്കെയും നമുക്ക് നേരെയും ഇങ്ങനെ കോരി ഒഴിക്കാറുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, ചെളി വാരി എറിയുക, കരി വാരി തേക്കുക എന്നൊക്കെ പറയും. എന്നാൽ പുളിച്ചതും വളിച്ചതും ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നത് പോലെ ഇതെല്ലാം നമുക്കും നന്മയായി മാറത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന മോശമായ പെരുമാറ്റങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മോശമായ കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ ദോഷത്തിന് കാരണമാകില്ല. ചിലർ പറയും അതൊക്കെ അവർക്ക് ദോഷമായി മാറി, അവർ കാരണമാണ്, ഇവർ കാരണമാണ്. ഇല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശപ്പെടാനായിട്ട് സമയമില്ല. നമ്മെ നിരാശപ്പെടുത്താനോ തകർക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല. പൊതുവെ നമ്മൾ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ശത്രു ബന്ധിച്ചു, ശത്രു തകർത്തു. ഇല്ല, പുതിയ സൃഷ്ടിയെ, കർത്താവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കാൻ പിശാചിന് യാതൊരു ആയുധവുമില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. മാത്രമല്ല, അതെല്ലാം നന്മയുമായി തീരും. അതുകൊണ്ട് നമുക്കെതിരെ ആരെങ്കിലും ഒരു ദോഷം ചെയ്യുമ്പോൾ ജോസഫ് പറഞ്ഞതുപോലെ പറയണം, സഹോദരന്മാരെ, നിങ്ങൾ എനിക്കെതിരെ ദോഷം നിരൂപിച്ചു, എന്നാൽ ദൈവം ഇന്നുള്ളതുപോലെ അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. ഇതാണ് പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത. ഈ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ പ്രതികൂലവും പുതിയ സൃഷ്ടിക്ക് അത് അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പുരോഗതിക്കും വിജയത്തിനും കാരണമായി തീരും. ഈ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ ആർക്കും തളച്ചിടാനോ തകർക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല. അതാണ് ക്രിസ്തുവിലുള്ള വിജയകരമായ ജീവിതം. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. അതെങ്ങനെയാണ്? സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കും കാലത്ത്
ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതിൻ്റെ വിവരണം താഴോട്ട് പിന്നീട് നമുക്ക് കാണാം. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയായി. ഭർതൃന്യായപ്രമാണം, ന്യായപ്രമാണപ്രകാരം ഒന്നായി തീർന്ന ഒരു സ്ത്രീ ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ന്യായപ്രമാണപ്രകാരം ബന്ധിക്കപ്പെട്ടവളാണ്. ആ സമയത്ത് അവൾക്ക് വേറൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല. എന്നാൽ ഭർത്താവ് മരിച്ചാലോ അവൾ ന്യായപ്രമാണപ്രകാരം സ്വതന്ത്രയാണ്. ഇത് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ന്യായപ്രമാണം അറിയുന്നവരോടാണ് ഇത് പൗലോസ് പറയുന്നത്. റോമൻ ചർച്ചിലുള്ളവർക്ക് ന്യായപ്രമാണം അറിയാം. അതുകൊണ്ട് അവരോട് ഈ രീതിയിൽ സംസാരിക്കുന്നത്. എഫെസോസ് സഭയോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ എന്നറിയില്ല. കൊരിന്ത്യ സഭയോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ എന്നറിയില്ല. എന്നാൽ ന്യായപ്രമാണം അറിയുന്ന ആൾക്കാരോടാണ് ഈ കാര്യങ്ങൾ പൗലോസ് സംസാരിക്കുന്നത്. ഒരു കാര്യം അറിയാം, ന്യായപ്രമാണം ഉള്ള കാലത്തോളം അതൊരു ബന്ധനമായി ആ വ്യക്തിക്ക് ശേഷിക്കുന്നു, ന്യായപ്രമാണത്തിൻ്റെ കീഴെയുള്ളവർക്ക്. എന്നാൽ ന്യായപ്രമാണം പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ഇത് പറയാനാണ് ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചത്. എന്നാൽ ഇവിടെ പറയുന്നു, ആ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് 4-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരു അവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. അതായത് യേശു മരിച്ചപ്പോൾ യേശുവിനോടുകൂടെ ഞാനും മരിച്ചു. യേശു തറക്കപ്പെട്ടപ്പോൾ ഞാനും തറക്കപ്പെട്ടു. യേശു ശിക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ആയി. യേശു അടക്കപ്പെട്ടപ്പോൾ ഞാനും അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും വീണ്ടും ജീവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമെന്ന് ഈ ഒരു ഉപമയിലൂടെ പൗലോസ് കൊണ്ടുവരികയാണ്. ഈ കാര്യങ്ങൾ, ഈ സത്യങ്ങൾ ഗ്രഹിക്കുന്നവർക്കാണ് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴെയല്ല. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർക്ക് അത് ചെയ്ത് അനുഗ്രഹിക്കപ്പെടണം. അത് ചെയ്തില്ലെങ്കിൽ ശപിക്കപ്പെട്ടേ മതിയാവും. ചെയ്താൽ, മുഴുവനും പ്രമാണിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനും ശപിക്കപ്പെട്ടവനും പാപി എന്ന മുദ്രയിൽ കിടക്കുന്നവനും ദൈവത്തോട് അകന്നവനുമായി മാറും. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, യേശു എൻ്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസമാണ് നമ്മെ സ്വതന്ത്രമാക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മാർട്ടിൻ ലൂതർ എന്ന ഒരു പള്ളിയിലച്ചൻ, ഒരു കത്തോലിക്ക പുരോഹിതൻ, വത്തിക്കാനിലുള്ള ദേവാലയത്തിൽ 95ഓളം വാദഗതികൾ വിശ്വാസത്തെക്കുറിച്ച് എഴുതി വച്ചത് ചരിത്രത്തിൻ്റെ താളുകളിൽ കിടപ്പുണ്ട്. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. ആ കാലത്ത് പാപമോചന ചീട്ടുകൾ ഉണ്ടായിരുന്ന കാലം. ഓരോ വ്യക്തികൾക്കും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഓരോ പാപമോചന ചീട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് മഹദിയാം ബാബിലോൺ എന്ന ഉണ്ണുണ്ണി സാറിൻ്റെ, കെ എബ്രഹാം സാറിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പാപമോചന ചീട്ടുകൾ എന്താണ്? അതായത് ഒരു
കത്തോലിക്കൻ പാപം ചെയ്താൽ ഓരോ പാപത്തിനനുസരിച്ച് പണമുണ്ട്. അതായത് കള്ളം പറഞ്ഞാൽ 1 രൂപയെങ്കിൽ വ്യഭിചാരം ചെയ്താൽ 15 രൂപ. ആ പാപമോചനത്തിനായി അത്രയും പൈസ കൊടുത്താൽ ആ പാപമോചന ചീട്ട് കിട്ടും. അതോടെ ആ പാപം മാറിപ്പോവും. അങ്ങനെ ദേവാലയത്തിന് കോടികൾ ആ കാലത്ത് വരുമാനമുണ്ടായിരുന്നത് പാപമോചന ചീട്ടുകൾ വഴി ആയിരുന്നു. അങ്ങനെ ആ പാപമോചന ചീട്ടുകളിലൂടെ ദേവാലയങ്ങൾക്കും ദേവാലയ പുരോഹിതന്മാർക്കും വലിയ ജീവിതമാർഗം ഉണ്ടായിരുന്നു. എന്നാൽ ബൈബിൾ വായിച്ചപ്പോൾ മാർട്ടിൻ ലൂഥറിന് ഇതെല്ലാം അർത്ഥശൂന്യമാണ്. യേശു ക്രിസ്തു പാപം മോചിച്ചാൽ നമ്മൾ സാക്ഷാൽ മോചിക്കപ്പെട്ടവരാണ്. പിന്നെ ആ പാപത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു എന്നേക്കുമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് കൂടെ കൂടെ നമുക്ക് മരിക്കേണ്ടി വരുന്നില്ല. നമ്മൾ പാപികളാകുന്നില്ല. യേശു പാപം മോചിച്ചാൽ നമ്മൾ സാക്ഷാൽ മോചിക്കപ്പെട്ടവർ എന്ന ഈ സത്യം 1600കളിൽ ജീവിച്ചിരുന്ന മാർട്ടിൻ ലൂഥറിന് വിശ്വാസത്താൽ ആ വെളിപ്പാട് ലഭിച്ചപ്പോൾ 95ഓളം വാദഗതികൾ അദ്ദേഹം വത്തിക്കാൻ ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് എഴുതി വെച്ചു. പാപമോചന ചീട്ടുകൾ അർത്ഥശൂന്യമാണ്, അതിൻ്റെ ആവശ്യമില്ല. പള്ളിയുടെ ചുറ്റും പാപമോചനം കിട്ടുവാൻ കിടന്നുരുളുന്നത് കൊണ്ട് പ്രയോജനമില്ല. വിശ്വാസത്താലാണ് നീതിമാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കർമ്മങ്ങൾ വെറുതെയാണ്, ചടങ്ങുകൾ വെറുതെയാണ്, മരണാനന്തര കൂദാശകൾ വെറുതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചത് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളും അദ്ദേഹത്തെ കൊല്ലുവാൻ വരെ അന്നത്തെ പാപ്പ മതം പദ്ധതിയിട്ടു. എന്നാൽ അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് AD 1400കളിലൊക്കെ ജീവിച്ചിരുന്ന ജോൺ ഹസ് എന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ അന്നത്തെ മതം അദ്ദേഹത്തെ ഒരു ഇരുമ്പ് കട്ടിലിൽ ചേർത്ത് കിടത്തിയിട്ട് പറഞ്ഞു, കർമ്മങ്ങൾ വെറുതെയാണ്, പാപമോചന ചീട്ടുകൾ വെറുതെയാണെന്ന് ഇനി നീ പ്രസംഗിക്കരുത്. പ്രസംഗിച്ചാൽ ഈ അടിയിൽ തീ കൊളുത്തി, വിറകടുക്കി തീ കൊളുത്തി നിന്നെ കൊന്നുകളയും. അദ്ദേഹം പറഞ്ഞു, എന്നെ ചേർത്ത് കൊന്നാലും, എന്നെ ഈ കട്ടിലിനോട് ചേർത്ത് തീ വെച്ച് കൊന്നാലും ഞാനിത് പറഞ്ഞിരിക്കും, സത്യം വിളിച്ചു പറയും. അന്നത്തെ പാപ്പാമതം അദ്ദേഹത്തെ കട്ടിലിൽ ചേർത്ത് കെട്ടി, ഇരുമ്പ് കട്ടിലിൻ്റെ താഴെ വിറക് കൊളുത്തി അദ്ദേഹത്തെ കൊല്ലാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു കോഴിയെ പോലെ ചുട്ടു കൊല്ലപ്പെടുന്നു. എന്നാൽ എൻ്റെ കാലത്തിന് ശേഷം ആർക്കും തീ കൊളുത്തി കൊല്ലാൻ കഴിയാത്ത ഒരു ഉണർവിൻ്റെ പൂവൻകോഴി ഈ ഇംഗ്ലണ്ടിൽ ഉയർന്നു പറക്കും. ആ ഉയർന്നു പറക്കുന്ന കഴുകനെ പോലെ പറക്കുന്ന ആ പക്ഷിയെ, ഉണർവിൻ്റെ പക്ഷിയെ ചുട്ടുകൊല്ലാൻ പാപ്പാ മതമേ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഉറക്കെ പ്രവചിച്ചിട്ടാണ് ജോൺ ഹസ് കണ്ണടച്ചത്. അങ്ങനെ ജോൺ ഹസ് കൊല്ലപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 100 വർഷങ്ങൾക്കുള്ളിൽ ഇതാ മാർട്ടിൻ ലൂഥറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു കത്തോലിക്ക പുരോഹിതൻ, അദ്ദേഹത്തിന് വചനത്തിൻ്റെ വെളിപ്പാടുണ്ടായി. വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. ഈ ഒരു വചനം തൻ്റെ ഹൃദയത്തെ കയറി പിടിച്ചു. അദ്ദേഹത്തെ കൊല്ലുവാനും ആക്രമിക്കാനും അനേകർ പദ്ധതിയിട്ടെങ്കിലും അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ലൂഥറൻ മിഷൻ എന്ന പ്രസ്ഥാനം ലോക രാജ്യങ്ങളിൽ ഉണർവിൻ്റെ പൂവൻകോഴിയായി ആ ഉണർവിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ശബ്ദിച്ചതും വിശ്വാസത്താൽ നീതീകരണം എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതും. ഇതെല്ലാം കേൾക്കുമ്പോൾ ചരിത്രങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ചേർത്ത് ഞാൻ പറയുമ്പോൾ ഇന്ന് ഇത് കേൾക്കുന്നവർക്ക് ഇതിന് വലിയ വിലയില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ഇതിന് വലിയ വിലയാണ്. കാരണം യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു.
ആ വിശ്വാസമുള്ളവർ ഇന്ന് ജീവിക്കുന്നവരാണ്. അവരിനി പാപത്തിൽ ജീവിക്കുന്നവരല്ല. ഇത് നമുക്ക് ലഭിച്ച വലിയ പ്രാഗൽഭ്യമാണ്. ഈ സത്യങ്ങൾ അറിയുന്നവർക്ക് വലിയ ധൈര്യമാണ്. അവർക്ക് ധൈര്യത്തോടെ ദൈവത്തോട് അടുത്ത് ചെല്ലാം. അവർ പാപികളല്ല, അവർ വിശുദ്ധരാണ്. അവർ ശപിക്കപ്പെട്ടവരല്ല, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇനി അവർ രോഗത്തിൽ കിടക്കേണ്ട. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ അവർക്ക് സൗഖ്യം ലഭിച്ചു. ഈ ഒരു സത്യം അറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ തോൽപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് മാർട്ടിൻ ലൂതറിലൂടെയും ജോൺ ഹസ്സിലൂടെയും നമ്മൾ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് പഠിക്കുന്ന സത്യമാണ്. ഇന്നും ലൂതറൻ മിഷനുണ്ട്. എവിടെ ചെന്നാലും ലൂതറൻ ചർച്ചുകൾ പല രാജ്യങ്ങളിൽ, UK പോലെയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ലൂതറൻ ചർച്ചുകൾ ഇന്നും അവിടെ കാണാം. എന്താണ്? വിശ്വാസം കൊണ്ട് മാത്രമേ ഉണർവിനെ പിടിച്ചെടുക്കാൻ കഴിയൂ. എന്നാൽ ലൂതറൻ ചർച്ചുകൾക്ക് ശേഷം ആ ഉണർവ്, വിശ്വാസത്താലുള്ള ഉണർവിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനോട് യോജിപ്പിച്ച അങ്ങനെയുള്ള ദൈവദാസന്മാരും കൂടി കണക്റ്റ് ആയപ്പോഴാണ് ഇന്ന് കാണുന്ന പെന്തക്കോസ്തിൻ്റെ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്നും പെന്തക്കോസ്തിൻ്റെ ഉണർവുകൾ ലോകരാജ്യങ്ങളിൽ ആളിപ്പടരുന്നു. യേശുവിൻ്റെ വരവിന് മുമ്പ് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ പ്രവചനവും യേശുവിൻ്റെ ക്രൂശിൻ്റെ രക്ഷയും ഒന്നിച്ച് കണക്റ്റാകുമ്പോൾ വലിയ ഉണർവാകും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ഉണർവിൻ്റെ ചാനലുകളാണ്. നിങ്ങൾ ഉണർന്നാൽ നിങ്ങൾക്ക് വലിയ ഉണർവിനെ കൊണ്ടുവരാൻ കഴിയും. ആദ്യം ഇത് കേൾക്കുന്നവർ ഉണരണം. പിന്നത്തേതിൽ അവരുടെ ഭർത്താവ്, അവരുടെ മക്കൾ, അല്ലെങ്കിൽ അവരുടെ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ. ഇന്നത് കേട്ട ഓരോ വ്യക്തികളും ഈ സത്യങ്ങൾ അറിഞ്ഞു ഉണർന്നാൽ മാത്രം മതി. അവരോടുകൂടെ കർത്താവിരിക്കും. വചനം ആര് സ്വീകരിക്കുമോ അവരോടുകൂടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും. ആരോടുകൂടെ? വചനം അനുസരിച്ച് ശിഷ്യപ്പെടുന്നവരുടെ കൂടെ എന്ന് മത്തായിയിൽ നമ്മൾ വായിക്കുന്നു. മത്തായി 28-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണാം. ഞാൻ ലോകാവസാനത്തോളം വചനത്തോടുകൂടി ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കും. വചനം ആര് സ്വീകരിക്കുമോ അവരോടുകൂടി ഇരിക്കും. അതാണ് മർക്കോസ് 16 മുതൽ ഒടുവിൽ വരെ വായിക്കുമ്പോഴും കാണുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുക, ഇതെല്ലാം വിശ്വസിക്കുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒത്തിരി പേർ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, കർമ്മങ്ങളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ഇത് പഠിക്കുക, ഈ സത്യങ്ങൾ പ്രാപിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വചനങ്ങൾ കേട്ടവരുടെ മേൽ വലിയ ദൈവകൃപയായി, ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. വിശ്വാസ വീരർ, ഉണർവിൻ്റെ വക്താക്കൾ ഈ സീസണിൽ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അതിനായി അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ ഈ വചനത്താൽ സമൃദ്ധിയുള്ളതായി മാറട്ടെ. ഇവർക്കെതിരെ ഒഴിക്കുന്ന എല്ലാ പുളിച്ച, എല്ലാ ദുരുപദേശങ്ങളും, എല്ലാ വിമർശനങ്ങളും, എല്ലാ തെറ്റായതും ഇവർക്ക് നന്മയുടെ വളമായി സമൃദ്ധിയായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു. എല്ലാം നന്മയായി തീരട്ടെ. പുതിയ സൃഷ്ടികളായി എല്ലാവരും തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. റോമാലേഖനത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് വിശ്വാസമാണ്. ഈ വിശ്വാസം ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയാത്ത, കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുന്ന ശക്തിയായി മാറും. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഉയർച്ചകൾ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന സന്ദേശങ്ങൾ മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ വളരാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. മലകൾ വിളകി പോണാലും, പർവ്വതങ്ങൾ പെയ്തു പോണാലും, മലകൾ വിളകി പോണാലും, പർവ്വതങ്ങൾ, മലകൾ ചേർന്ന്, മലകൾ വിളകി പോണാലും, പർവ്വതങ്ങൾ പെയ്തു പോണാലും, മലകൾ വിളകി പോണാലും, പർവ്വതങ്ങൾ പെയ്തു പോണാലും, അവർ കിരുബൈ, അവർ ഇറക്കം മാറാതെ
ஷம்மா என்னோடு இருப்பவர். சேர்ந்து சேர்ந்து யெகோவா நீசி என்னும் ஜெயமானவர். யெகோவா ஷம்மா என்னோடு இருப்பவர்.